ഇതിനിടാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു അറബിക് ഡിസൈൻ നോക്കിയാലോ. അപ്പോൾ ഇതെങ്ങനെ ഇടാന്ന് കാണാം. പിന്നെ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ മെയിലാഞ്ചിയൊക്കെ ഇതിനിടുമ്പോൾ നമ്മൾ കൈൻ്റെ ഉള്ളിൽ ഇടാണ്ട് കൈൻ്റെ പുറത്ത് ഇടാൻ നോക്കട്ടോ. അതാണ് നല്ല ഷോ കിട്ടുക. ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴും അല്ല നോർമലായിട്ട് മറ്റുള്ളവർക്കൊക്കെ കാണാൻ പറ്റുക പുറത്ത് ഇട്ടാലാണല്ലോ. കൈൻ്റെ ഉള്ളിൽ ഇടണ്ടെന്നല്ല, സിമ്പിളായിട്ട് ഒരു കൈമല ഒരു ഭാഗത്ത് ഇടുന്നുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ കൈൻ്റെ പുറത്ത് ഇടാൻ ശ്രമിക്കുക. എന്നാലും നമ്മളെ ഫോട്ടോസിലൊക്കെ നല്ല ഷോ കിട്ടും നമ്മളെ മെയിലാഞ്ചിക്ക്. ഇതിൽ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞ ഫ്ലവറാണ്. ഫ്ലവർ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടുതൽ ഇലകളും വള്ളികളൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഡിസൈന്. അറബിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ മെയിനായിട്ട്. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയ്ക്കും സിമ്പിളാണ്. എന്നാലോ നല്ല ഭംഗിയും ഷോയും കിട്ടും കേട്ടോ ഈ ഡിസൈൻസ് ഇട്ടാൽ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കൈയിൻ്റെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും നടുഭാഗത്തുനിന്ന് 2 കേർവ്ഡ് ലൈൻസ് വരയ്ക്കണം. ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും ആയിട്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ആണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റായ ഫ്ലവർ കൊടുക്കേണ്ടത്. ആ ഫ്ലവർ കൊടുത്തതിൻ്റെ ശേഷം 2 അറ്റത്തും കൊടുക്കണം കേട്ടോ. ആ 2 അറ്റത്തും കൊടുത്തതിൻ്റെ ശേഷം ചെറിയ ഇലകളും വലിയ ഇലകളും പിന്നെ സ്പൈറൽസും ഒക്കെ ആയിട്ട് ആ 2 ലൈനും കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഈ ഓരോ എലമെൻസും ഒന്നൊന്നായിട്ട് ഇടുക. ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന്, അത് കഴിഞ്ഞാൽ വേറൊന്ന്, അങ്ങനെ ആ ഫുൾ കഴിഞ്ഞിട്ട് മറ്റേത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ആ വള്ളി പൂർത്തിയാവുന്നത് വരെ. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയ ഫ്ലവർ എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കാം. ആദ്യം 2 ചെറിയ ലീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇട്ടതിൻ്റെ ശേഷം അതിലേക്ക് 3 റെയിൻ ഡ്രോപ്പ് വരയ്ക്കാം. അതിൻ്റെ ശേഷം 2 W ഇട്ടിട്ടുള്ള ഇതളും പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു V ഷേപ്പ് ഇതളും പിന്നെ 2 W ഇട്ട ഇതളും കൂടി ഇട്ടാൽ ഈ ഫ്ലവർ കംപ്ലീറ്റ് ആവും. ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ ആദ്യം നേരിയ രീതിയിൽ വേണം വരയ്ക്കാൻ. എന്നിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അത് നല്ല ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഷോ ഉണ്ടാവും മെയിലാഞ്ചി ചോന്ന് കഴിഞ്ഞാൽ. ആദ്യം ഇട്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടും കുറച്ച് ഒരേ രീതിക്കല്ലാതെ കുറച്ച് മുകളിലോട്ടായിട്ട് ഈ ഡിസൈൻ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ കൈയിൻ്റെ ഷേപ്പും സ്പേസിനും അനുസരിച്ച് അത് വലിപ്പം കുറച്ചും കൂട്ടിയൊക്കെ ചെയ്യാം. പിന്നെ 2 വിരലെങ്കിലും കൂടി ഡിസൈൻ ഇട്ട് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ഔട്ട്പുട്ട്? സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കേടാ, ബൈ.